തിരുവനന്തപുരം ശ്രീകാര്യത്ത് MDMA-യുമായി 3 പേർ പിടിയിലായി. 115 ഗ്രാം MDMA-യാണ് പിടികൂടിയിരിക്കുന്നത്. ശ്രീകാര്യത്തെ വാടക വീട്ടിൽ നിന്നാണ് സംഘത്തെ പിടികൂടിയത്. എസ് വിനേഷ് കുമാർ തിരുവനന്തപുരം തത്സമയം ചേരുന്നു. വിനേഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ബാംഗ്ലൂരിൽ നിന്ന് MDMA കൊണ്ടുവന്ന് ചില്ലറ വിൽപ്പന നടത്തുന്ന സംഘമാണിപ്പോൾ ശ്രീകാര്യത്ത് പിടിയിലായിട്ടുള്ളത്. ശ്രീകാര്യം കേന്ദ്രീകരിച്ച് ഇവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരാണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ വീട് വാടകയ്ക്കെടുത്തത്. അതിനുശേഷമാണ് ഇവിടെ MDMA കച്ചവടം നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ തിരുവനന്തപുരത്ത് മാത്രം 3 ഇടങ്ങളിലാണ് MDMA വേട്ട നടന്നത്. 3 ഇടങ്ങൾ അവിടെ നിന്ന് പിടികൂടിയ ആളുകളിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 3 പേർ പിടിയിലായിട്ടുള്ളത്. ഇതിൽ ഒരാളായ ഹക്കീം നേരത്തെയും മയക്കുമരുന്ന് കേസിൽ പ്രതിയാണ്. മറ്റു 2 പേരും ഇയാളുടെ സംഘത്തിൽപ്പെട്ടതാണ് എന്ന് പറയുന്നു. ബാംഗ്ലൂരിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരികയും അത് ചൂടാക്കിയ ശേഷം ഇവിടെ ചൂടാക്കുന്നതിനുള്ള ഈ MDMA ചൂടാക്കുന്നതിനുൾപ്പെടെയുള്ള സാമഗ്രികളും മറ്റും ഇവിടെ നിന്ന് ഡാൻസ് ഓഫ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും സിറ്റി ഡാൻസ് ഓഫിൻ്റെ നേതൃത്വത്തിലാണ് ഇവർ പിടിയിലായിട്ടുള്ളത്. ഇവരെ എത്രയും പെട്ടെന്ന് കോടതിയിൽ ഹാജരാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ബാംഗ്ലൂരിൽ നിന്ന് ഇത്തരത്തിൽ വലിയ തോതിൽ തന്നെ MDMA കൊണ്ടുവരുന്നൊരു സംഘം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലയിടങ്ങളിലായി നടത്തിയ റെയ്ഡുകളിലാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 3 ഇടങ്ങളിൽ നിന്ന് MDMA പിടികൂടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.